ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്താണ്. എറണാകുളം ബൈപ്പാസിൽ തന്നെ നിൽക്കണം. ബൈപ്പാസ് എന്ന് പറയുമ്പോൾ എടപ്പള്ളിയിൽ നിന്ന് പാലാരോട്ടത്തോട് പോകുന്ന ബൈപ്പാസിൽ ഒബ്രോൺ മാളിനടുത്താണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒബ്രോണിന് തൊട്ടടുത്തായിട്ട് നല്ലൊരു തീം ബേസ്ഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, എങ്കിലും കേരളത്തിൽ ആദ്യമാണ് ഒരു തീം ബേസ്ഡ് റെസ്റ്റോറൻറ്റ്. ഏകദേശം ഇവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഹോട്ട് ജംഗിൾ അതാണ് ഇതിൻ്റെ പേര്. ഒരു ജംഗ്ലിയാണ്, മൊത്തത്തിലൊരു ജംഗ്ലി, കാണാനും ജംഗ്ലിയാണ്, ഉള്ളിൽ ഇൻറ്റീരിയറും ബാക്കി എല്ലാം ഒരു ജംഗ്ലി ആയിട്ടുള്ള ഒരു തീം ബേസ്ഡ് റെസ്റ്റോറൻ്റ് ആണിത്. അപ്പോൾ ഇവിടെ നമുക്ക് മുമ്പിൽ തന്നെ കാണാം ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു ജിറാഫ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ട്രൈബ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു റൈനോസറസ്, അങ്ങനെ കുറേ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു നല്ല രീതിയിൽ തന്നെ തീം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങളും എല്ലാം നമുക്ക് ഉള്ളിൽ പോയിട്ട് അറിയാം. അവിടെയാണ് ഒബ്രോൺ മാൾ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ട് ജംഗിൾ. അപ്പോൾ എന്തായാലും ബാക്കി ഉള്ളിൽ കയറിയിട്ട് അറിയാം. ഹലോ, നമസ്കാരം മായിം ഭായ്. സുഖം. ഇപ്പോൾ ഇതാണ് നമ്മുടെ മായിം ഭായ്, ഇവിടുത്തെ ഓളിനോളാണ് അല്ലേ? എന്താണ് നമ്മുടെ FNB ഡയറക്ടറാണ്. ഒപ്പം തന്നെ വേറൊരു സംഭവം മെയിനായിട്ടൊരു സാധനമുണ്ട്. എൻ്റെ പ്രീവിയസ് ഷെഫായിരുന്നു, പ്രസന്റ് ഷെഫാണ്, ഷെഫാണ്, പിന്നെ FNB ഡയറക്ടറാണ്. ഡയറക്ടർ. എത്ര നാളെ നമ്മൾ ഈ ഒരു ഹോട്ട് ജംഗിൾ തുടങ്ങിയിട്ട്? ഹോട്ട് ജംഗിൾ നമ്മളിപ്പോൾ 6 മാസമാവും. 6 മാസം. എന്താ ഈ ഒരു പേര് ഹോട്ട് ജംഗിൾ? ചൂടുള്ള കട. ആളുകൾ വന്നാൽ അവർക്ക് കോരിത്തിരിക്കുന്ന ഒരു കടയായിരിക്കും. ചൂട് കൊണ്ട് കോരിത്തിരിക്കും. ചൂട് കൊണ്ടല്ല, അവര് വന്ന് ഇതിനകത്ത് എന്റർടൈൻ ചെയ്ത് അവര് ഹോട്ടായിട്ട് അടുത്ത പ്രാവശ്യം വരാനുള്ള ടെൻഡൻസിയോട് കൂടി പോകണം. അതാണ് ചെങ്ങയുടെ മേത്ത് ഇങ്ങനെ ചാരിക്കണേ. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു തീം, ഒരു ജംഗ്ലി തീം? ടീംസ് പല ടീംസും വരാം. ഈ ഒരു ജംഗിൾ ടീം ഇങ്ങനെ സെലക്ട് ചെയ്യാൻ കാര്യം, ജംഗിൾ ടീം എന്ന് പറഞ്ഞാൽ ഫാമിലീസ്, മെയിൻലി കുട്ടികളെ ആകർഷിക്കുക, അവരെ ഇത് ചെയ്യുക. അവരെ ആകർഷിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ഫാമിലീസ് വരിക, അവരെ സന്തോഷിപ്പിക്കുക. അതൊരു ബിസിനസ് സീക്രട്ട്. വേറൊരു കാര്യം, എല്ലാ ഫാമിലിയിലും എവിടെയാലും പിള്ളേര് സെറ്റിനെ അങ്ങനെ കയ്യിൽ ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നടക്കും. തീർച്ചയായും അവരെയാണ് നമ്മൾ മെയിനായിട്ട് ഇമ്പ്രസ് ചെയ്യിക്കേണ്ടത്. അവർ വന്നു കഴിഞ്ഞാൽ അച്ഛ അമ്മ നമുക്ക് അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അങ്ങോട്ടേ പോകുള്ളൂ. പിന്നെ നല്ല ഫുഡും കൊടുക്കണം. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും ബാക്കി എല്ലാവർക്കും തൃപ്തികരമായ ഫുഡും കൊടുക്കണം. കുട്ടികളെ വരുത്തുക എന്നുള്ളൊരു ഇതാണ് കുട്ടികളെ കൊണ്ട് നടക്കുള്ളൂ. ബാക്കിയുള്ള നല്ല ഫുഡ് കൊടുത്ത് നല്ല ഇത് ചെയ്ത് സന്തോഷിപ്പിച്ച് നമ്മൾ വരണം. ഇതിലാണ് നമ്മുടെ ഒരു ഇപ്പോൾ നമ്മൾ ഈ പേര് പോലെ തന്നെ നമ്മുടെ ഫുഡില്ലേ, ഈ ഫുഡ് ശരിക്കും ഈ ഒരു വൈൽഡായിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു ഫുഡാണോ, ജംഗിൾ ഫുഡ്സ് ആണോ? ജംഗിൾ ഫുഡ്സ് അല്ല, നമ്മുടെ ഇത് മൾട്ടി ക്യൂസിൻ റിസോർട്ടിലാണ്. നമ്മുടെ MDസിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയായിരുന്നു. ശരിക്കും അവർ ഇതിൻ്റെ തീമാണ് മെയിൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഫുഡ് നമ്മുടെ ഇതുണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ഉണ്ട്. അതുപോലെ നമ്മുടെ സ്പെഷ്യാലിറ്റി മെയിൻലി തുർക്കിഷാണ്. ടർക്കിഷാണ്. തുർക്കിഷും അറബിക് ആൻഡ് ടർക്കിഷ് ആണ് മെയിൻലി ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ക്യുസൈൻസ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ശരിക്കും നാടനാണ് കവർ ചെയ്യാറുള്ളത് മെയിനായിട്ട്. ഇവിടെ വരാൻ കാരണം നമ്മുടെ തീം തന്നെ, ഒരു പേരും നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ഒരു ആംബിയൻസും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നി. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കും പലയിടത്തു നിന്നുള്ള പ്രേക്ഷകരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു വാട്ടർഫോൾ ഉണ്ട്. ഇത് ആരാ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടോന്ന് ആരാ ശരിക്കും? ഇതിന്റെ മെയിൻ ഇത് നമ്മുടെ രണ്ട് MDസിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. മിസ്റ്റർ മെഹ്റാബ്, പിന്നെ ഷാഹിർ. ഓക്കെ, അവർ തന്നെയാണ് ഇത്? അവരാണ് മെയിനായിട്ട് ആ ഒരു ഐഡിയയും കൊണ്ടുവന്ന അവർ തന്നെയാണ്. കാരണം അവരിപ്പോൾ എല്ലായിടത്തും ഒരു സാധാ ലെവലിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ ചിലത് നല്ല ഇതായിട്ടുള്ള നല്ല ഹൈജീനിക് ആയിട്ടുള്ളതാണ്. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ വളരെ ഹൈജീനിക്കും നല്ല എൻ്റർടൈനിങ്ങും നല്ല ടേസ്റ്റുള്ള ഫുഡും കൊടുക്കുക. എല്ലാം കൂടി കാട്ടിൽ ഒരു പാക്കേജാണ്. എല്ലാം കാട്ടിൽ കിട്ടുന്ന ഒരു ഇത്. അപ്പം എന്തായാലും നമുക്ക് ജസ്റ്റ് ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. കടുവ മുകളിൽ
കടുവയുണ്ട്, കടുവയുടെ കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയാണ് നല്ലത്. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു തീം മ്യൂസിക്. ശരിക്കും പറഞ്ഞാൽ ഓർജിനൽ എന്ന് പറയുമ്പോൾ ഒരു കേവ് ഹൗസാണ്. അതുപോലെ തന്നെ തോന്നും. അത് തന്നെ ഒരു കാട്ടിലേക്ക് കയറിയുള്ളൊരു വീട്ടിൽ കയറി ഈ ഒരു കളകളായ കടുവയുടെ ശബ്ദവും എല്ലാം കൂടി നമ്മൾ കേൾക്കുന്നത്. ശരിക്കും നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഇതാണ് അവസ്ഥ. നല്ലൊരു ഇന്റീരിയറാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മൾ ആരാ ചെയ്തിരുന്ന ഇത് നമ്മുടെ ഇന്റീരിയർ നമ്മുടെ ഡയറക്ടർ അല്ല MDയുടെ ഒരു ഫ്രണ്ടാണ്, മുഹമ്മദ് സാദിഖ്. പുള്ളി ഇപ്പോൾ ഒമാനിലാണുള്ളത്. പുള്ളി ഇതാണ് നമ്മുടെ മലയാളി തന്നെയാണ്. ഈ ഒരു ഇന്റീരിയർ ഒക്കെ കൊണ്ടുവരാൻ വുഡിൽ കാർവിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അത് ഓരോ ചെറിയ ബ്ലോക്സ് ഇതൊക്കെ കാട്ടുപോത്ത് പത്തല്ലേ ഇരുമയാണെന്ന് തൊട്ട് കാട്ടുപോത്താണ്. ഇതൊക്കെ എങ്ങനെ ആണോ? ഇതിൻ്റെ ഉള്ളിൽ മറ്റേ തെർമോക്കോൾ ഉണ്ട്, അതിൻ്റെ മുകളിൽ നമ്മുടെ സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രത്യേക ക്ലേ ഉണ്ട്. ഇതൊക്കെ ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത. വേണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഏരിയ അല്ലേ? ഇത് നമ്മുടെ എൻട്രൻസ് ഇതാണ് റിസപ്ഷൻ ഏരിയ. അത് നമ്മുടെ റിസപ്ഷൻ. നേരത്തെ കുറച്ചല്ല അതിൻ്റെ പേരെന്താ? അലറിയ. അത് തന്നെ കൊച്ചും. അപ്പോൾ അവിടെ കൊച്ചും എല്ലാവരും ഇപ്പോൾ നമുക്കിനി എല്ലാ ഈ ഏരിയ മൊത്തം തീർച്ചയായും വരും. നല്ല രീതിയിൽ തന്നെ എനിക്ക് ഒരു എൻജോയിങ് മ്യൂസിക് ആണ്. തീം നല്ലൊരു തീം ബേസ്ഡ് ആണ് അല്ലേ? നമുക്ക് എന്തായാലും നമ്മുടെ ഒരു റൂമാണ് ഇത്, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള. അതിലേക്ക് വരും. ഓക്കെ, ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ്. ഇത് ഫാമിലീസ് ഇപ്പോൾ നമ്മളിവിടെ പ്രത്യേകം ഫാമിലീസിനെ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ചെറിയ പാർട്ടീസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇവിടെ അവരെ ഇത് ചെയ്യാറുണ്ട്. മാക്സിമം 15 to 20 പീപ്പിളിനെ ഇതിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഗണ്ണൊക്കെ കണ്ടില്ലേ ഇവിടെ? ഒറിജിനലല്ല, പിന്നെ പോലീസ് കേസാണ്. എന്താ പറയുക, ഒരു പടത്തിൽ കാണുന്ന ഒരു ആർട്ട് വർക്ക് മൊത്തം ഫീൽ ചെയ്യുന്ന പെയിന്റിങ്സ്. എല്ലാ റൂംസിലും നമ്മുടെ പെയിന്റിങ്സ് ഉണ്ട്. മനസ്സിലാക്കി ഞാൻ അതിലുണ്ട്. ഇത് വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ലൈറ്റിംഗ് ഉണ്ട് ഈ പരിപാടിയിൽ. ലൈറ്റിംഗ് ഇത്തിരി ഡാർക്കാണ്, കാരണം അത് ഇതിൻ്റെ തീമാണ്. നമ്മുടെ തീം ജംഗിൾ തീം ഒരു മൊത്തത്തിലൊരു ഡാർക്ക് ഷെയ്ഡാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറെ ലൈറ്റിങ് സെപ്പറേറ്റ് ഒന്നും കൊടുക്കാണ്ട് ചെയ്യുന്നത്. ഈ ഒരു ആംബിയൻസ് തന്നെ പോട്ടെ. ഹലോ, ഇത് ഓപ്പൺ എയർ ആണ്. ഓപ്പൺ എയർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടീസ് ഇവിടെ. അത് വലിയ 70 അത്രത്തോളമുള്ള വലിയ പരിപാടികൾക്കാണ് അത്. ഇവിടെ ചെറിയ 25 അതുപോലെ കോർപ്പറേറ്റ് പാർട്ടീസ് അങ്ങനെയുള്ള. അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പിൾസൊക്കെ വരുമ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇവിടെയാണ്.